some people, if we have wealth, we can enjoy life. ചിലർ പറയാറുണ്ട്, നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാം. One of the wealthiest nations in the world, progressing nations, is Japan. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായി വളരെയേറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. But that is the country, above all other countries, most suicides are taking place. എന്നാൽ ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാജ്യവും ജപ്പാൻ തന്നെയാണ്. So if they have been enjoying life, do you think they will commit suicide like that? ആകയാൽ സമ്പന്നത എന്നത് ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുന്നതാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നോ എന്നൊന്ന് ഓർത്തു നോക്കുക. Beauty. Some people think if they have beauty, they can enjoy life. ചിലർ ചിന്തിക്കുന്നത് സൗന്ദര്യമുള്ളവരായിരുന്നാൽ ജീവിതം സന്തോഷപ്രദമാകാം. One day I read in the newspaper, a good number of Miss Universes either committed suicide or with a broken heart, they were divorced and ended up in their life in sorrow and sadness. ഒരിക്കൽ വർത്തമാന പത്രത്തിൽ ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി, ലോക സുന്ദരി പട്ടം അണിഞ്ഞതായ അനേക യുവതിമാർ പിന്നത്തേതിൽ ജീവിതത്തിൽ സ്വസ്ഥതമില്ലായ നിമിത്തം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ചിലരാകട്ടെ ദാമ്പത്യ ജീവിതം ശുഭകരമാകാതെ വിവാഹ റദ്ദ് ചെയ്തിട്ട് വളരെ അരിഷ്ടവും പരിതാപകരവുമായ നിലയിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. Beloved ones, it shows that wealth and beauty cannot really give lasting happiness. ആകയാൽ പ്രിയമുള്ളവരെ, ഇത് വെളിപ്പെടുത്തി തരുന്നതെന്നാൽ ആരോഗ്യമോ സമ്പത്തോ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷപ്രദം അല്ല. Some of you might have heard about Elvis Presley. He was one of the most famous pop singers in the whole world. എൽവിസ് പ്രെസ്ലിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാം. ലോകത്തിലെ പോപ്പ് ഗായകന്മാരിൽ ഏറ്റവും ഉന്നതനായിരുന്നു. He had a car, crores of rupees worth of car, and coated with 40 coats of paint, and some of the paints were crushed diamonds. His Cadillac car in America, Cadillac car, that itself the car was costing crores of rupees. അമേരിക്കയിൽ കാഡിലാക് കാർ എന്നൊരു തരം കാറുണ്ട്. അത് കോടിക്കണക്കിന് രൂപ വിലയുള്ളതാണ്. All the trimmings of bumper all plated with 18 karat gold. 18 കാരറ്റ് പൊന്നിനാൽ പൊടിയപ്പെട്ടതാണ് അതിന്റെ ഏറെക്കുറെ ഭാഗങ്ങളെല്ലാം. And the paint was crushed diamond. With that only it was painted. രത്നങ്ങൾ പൊടിച്ചു ചേർത്ത കലക്കിയാണ് അത് പെയിന്റ് ചെയ്തിരിക്കുന്നത് തന്നെ. And he had 3 private jets. 3 സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. He really wanted to enjoy life. ജീവിതം വാസ്തവത്തിൽ ആസ്വദിക്കുവാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് താൻ. One day when he wanted to have his favorite ice cream, he took his plane from one city to another city to go to that particular hotel to have the particular ice cream. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുതരം ഐസ്ക്രീം കഴിക്കണമെന്ന് എനിക്ക് തോന്നിയ ദിവസം താൻ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് തന്റെ വിമാനത്തിൽ പറന്നു ചെന്ന കുറിക്കപ്പെട്ട ഹോട്ടലിൽ ചെന്ന് അവിടെ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ആ പ്രത്യേകതരം ഐസ്ക്രീം വാങ്ങി കഴിച്ചു. Did he enjoy life? താൻ ജീവിതത്തെ യഥാർത്ഥത്തിൽ സന്തോഷമാക്കിയോ? He was a depressed man. താൻ വളരെ നിരാശനായ ഒരു മനുഷ്യനായി തീർന്നു. His marriage was broken. തന്റെ വിവാഹം തകർന്നുപോയി. He used to sit at his living room and would take a gun and shoot at the television screen. താൻ തന്റെ റൂമിലിരിക്കുന്ന സമയത്ത് ടെലിവിഷൻ സ്ക്രീനിലേക്ക് വെടിവെക്കുവാൻ എപ്പോഴും ഒരു തോക്ക് ചൂണ്ടിയിരിക്കുമായിരുന്നു. He used to shoot at the television screen. സാധാരണ ആ ടെലിവിഷൻ സ്ക്രീനിലേക്ക് താൻ ഷൂട്ട് ചെയ്യുമായിരുന്നു. And he lived on drugs. താൻ മയക്കുമരുന്ന് ലഹരിയിൽ ജീവിച്ചയാളാണ്. Finally, as a depressed man with overdose of drugs, he died. ഒടുവിലായി ലഹരിയുടെ മതോന്മത്തതയിൽ എത്തിത്തീർന്നിട്ട് ആകെ കൂടെ നിരാശനായ ഒരു മനുഷ്യനായി ആ നിലയിൽ തന്റെ ജീവിതം പര്യവസാനിച്ചു. So did Elvis Presley, the pop singer, enjoy life? Absolutely not. ആകയാൽ എൽവിസ് പ്രസ്ലി പോപ്പ് ഗായകൻ യഥാർത്ഥത്തിൽ ഇത്രയുമേറെ ചുറ്റുപാടുകൾ ഉണ്ടായിരുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിച്ചുവോ? ഇല്ല. തികച്ചും നിരാശിതനായി ജീവിതം അവസാനിപ്പിച്ചു. Mike Tyson,
more than all that were before me in Jerusalem. Also my wisdom remained with me, and whatsoever mine eyes desired, I kept not from them. I withheld not my heart from any joy, for my heart rejoiced in all my labor, and this was my portion of all my labor. Then I looked on all the works that my hands had wrought, and on the labor that I had labored to do, and behold, all was vanity and vexation of spirit, and there was no profit under the sun. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരവനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി, ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു, വൃക്ഷം വെച്ചുപിടിപ്പിക്കുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിമാരെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. യെരൂശലേമിൽ എനിക്ക് മുൻപ് ഉണ്ടായിരുന്ന ഏവരിലും അധികം ആടുമാടുകളായ ബഹുസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും രാജാക്കന്മാർക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള അണ്ണാരവും സ്വരൂപിച്ചു. സംഗീതക്കാരെയും സംഗീതക്കാർത്തികളെയും മനുഷ്യരുടെ പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് യെരൂശലേമിലുണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി തീർന്നു, അഭിവൃദ്ധി പ്രാപിച്ചു. ജ്ഞാനവും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണ് ആഗ്രഹിച്ചു തന്നു, ഞാൻ അതിന് നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിനൊരു സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാ മായയും വൃഥാ പ്രയത്നമത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവും ഇല്ല എന്നത് ഞാൻ കണ്ടു. Look at the man who enjoyed the world most. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ച മനുഷ്യനെ നോക്കുക. He had 1,000 wives. തനിക്ക് 1000 പത്നിമാരുണ്ടായിരുന്നു. The word of God says, wherever whatsoever beautiful he saw with his eyes, he took it for himself. ദൈവത്തിന്റെ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്, തന്റെ കണ്ണിന് മനോഹരമായി തോന്നിയതൊന്നും താൻ നിഷേധിച്ചിട്ടില്ല, അവയൊക്കെയും താൻ സ്വന്തമാക്കി. Eating and drinking everything only in pure gold vessels. തിന്നുക, കുടിക്കുക, ഇതൊക്കെ ശുദ്ധ പൊന്നിനാലുള്ള പാത്രങ്ങളിലായിരുന്നു. Men singers and women singers, always live music in his palace. സംഗീതക്കാരും സംഗീതക്കാരത്തികളുമായി തന്റെ കൊട്ടാര സംഗീത സദസ്സിന് വളരെ മനോഹരമായിരുന്നു. He himself says anything that in the world available he enjoyed. താൻ തന്നെ പറയുകയാണ്, ഈ ലോകത്തിൽ ലഭ്യമായിരുന്നതൊക്കെയും സ്വന്തമാക്കി ഞാൻ സന്തോഷിച്ചിട്ടുണ്ട്. Finally look at the man. Obviously he had a nervous breakdown and started saying vanity, 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 everything is vanity. എന്നാൽ ആ മനുഷ്യന്റെ ഒടുവിലത്തെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ നോക്കുക. താൻ തന്നെ അടിക്കടി പറയുകയാണ്, സകലവും വൃഥാ പ്രയത്നം, എല്ലാം മായ, മായ, മായ. Do you know this man who had all these things to enjoy? He could not get a proper night of sleep. ഈ വിധത്തിൽ സന്തോഷം അനുഭവിക്കത്തക്ക സകല സംഗതികളും ഉണ്ടായിരുന്നിട്ടും ഒരു രാത്രിയെങ്കിലും ശരിയായി ഉറങ്ങുവാൻ ഈ ആൾക്ക് കഴിഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? Bible says he couldn't sleep because of fear. വേദപുസ്തകം പറയുന്നത്, ഭയം നിമിത്തം തനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. What a laughable state it is, but it is true. The Bible says in his bedroom 60 mighty soldiers with drawn swords will be standing around his bed while he was in bed. ഈ മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞാൽ ചുരുക്കത്തക്ക സംഗതിയാണ്. താൻ ഉറങ്ങുവാൻ കിടക്കുന്നതായ ആ അറയിൽ തന്നെ 60 പടയാളികൾ വാളെടുത്ത വില്ലാളി വീരന്മാരായി എപ്പോഴും സന്നദ്ധ ഭടന്മാരായി തനിക്ക് ചുറ്റും നിൽക്കുമായിരുന്നു. Why? Because of fear in the night. എന്തുകൊണ്ടെന്നാൽ രാത്രിയിലെ ഭയം നിമിത്തം. Look at Song of Solomon chapter 3 verse 7 and 8. We read about that. ഉത്തമഗീതം 3-ാം അധ്യായം 3-ഉം 7-ഉം വാക്യങ്ങളിൽ നാം 7-8 വാക്യങ്ങളിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നു. Behold his bed which is Solomon's. 80 valiant men are about it, of the valiant of Israel. They all hold swords, being expert in war. Every man hath a sword upon his thigh, because of fear in the night. Because of fear in the സലോമോന്റെ മല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയനിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. Think
think about the pathetic state of Solomon. Did he enjoy life? ശലോമോന്റെ പരിതപിക്കപ്പെട്ട നിലയൊന്ന് ചിന്തിച്ചു നോക്കുക. യഥാർത്ഥത്തിൽ താൻ സന്തോഷം അനുഭവിച്ചോ? Normally in this world, prime ministers and president's palace, outside the soldiers may be watching over. But poor man, inside the bedroom, these 60 people have to stand watching over him because he had fear in the night. സാധാരണയായി ലോകത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അതുപോലെ രാജ്യത്തിലെ പ്രമുഖന്മാരുടെ കൊട്ടാരങ്ങൾക്ക് അഥവാ വീടുകൾക്ക് ചുറ്റും പുറത്താണ് കാവൽക്കാർ നിൽക്കാറുള്ളത്. എന്നാൽ ഈ സാധുവായ മനുഷ്യനെ ശ്രദ്ധിക്കൂ, തന്റെ കിടക്കറയിൽ ആ കട്ടിലിന് ചുറ്റും തന്നെ 60 യുദ്ധസമർത്ഥന്മാർ വാളുമായി നിൽക്കേണ്ടി വന്നു. Now let us come to the important part of the word of God. How to enjoy life. ദൈവവചനത്തിന്റെ നമ്മുടെ പ്രധാന ചിന്താവിഷയത്തിലേക്ക് കടന്നു വരാം. എങ്ങനെ ഈ ലോക ജീവിതം സന്തോഷകരമാക്കാം? Do you have perfect peace of mind? വാസ്തവത്തിൽ നിങ്ങൾക്കും പൂർണ്ണ മനസ്സമാധാനമുണ്ടോ? Are you afraid of death? നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നോ? Are you afraid of the devil? പിശാചിനെ ഭയപ്പെടുന്നോ? Are you afraid of hell? നരകത്തെ ഭയപ്പെടുന്നോ? Are you afraid of sickness? രോഗത്തെ നിങ്ങൾ ഭയപ്പെടുന്നോ? If that is so, the reason is that you are not really right with God. അതങ്ങനെയെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണമെന്നാൽ ദൈവവും നിങ്ങളുമായുള്ള ബന്ധം ശരിയായതല്ല. If a man has to really enjoy life, he must be right with God. ഒരുവൻ തന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷവാനാകണമെങ്കിൽ അവന്റെ ജീവിതം ദൈവവുമായി ഒരു ശരിയായ നിലപാടിൽ എത്തിച്ചേരണം. How do you know that your life is not right with God? നിങ്ങളുടെ ജീവിതം ദൈവവുമായി ഒത്തതല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? There are so many signs for that. അതിന് അനവധി അടയാളങ്ങളുണ്ട്. One is that you get sudden fear. അതിലൊന്ന്, നിങ്ങൾക്ക് പെട്ടെന്ന് ഭയം വരാറുണ്ട്. Suddenly you get irritated and get angry. പെട്ടെന്ന് നിങ്ങൾക്ക് വെറുപ്പുളവാകുകയും ക്ഷിപ്രകോപികളായി തീരുകയും ചെയ്യാറുണ്ട്. And suddenly you feel irritated. പെട്ടെന്ന് ഒരു അറപ്പും വെറുപ്പും ഉളവാകുക. And some sort of negative fears suddenly come. ചില സന്ദർഭങ്ങളിൽ പിന്നോക്കകരമായ ഭയങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കാം. These are because your life is not right with God. നിങ്ങളുടെ ജീവിതം ദൈവവുമായി ശരിയായിട്ടുള്ളതല്ല. അതുകൊണ്ടത്രേ ഇവയൊക്കെയും സംഭവിക്കുന്നത്. I challenge you, the prayer that David prayed, if you really pray from the depths of your heart and set your life accordingly, tonight, rather from tonight, you can fully enjoy life. ഇന്ന് രാത്രി ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വരമെന്നവണ്ണം ഞാൻ നിങ്ങളോട് പറയട്ടെ. ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ ഇന്ന് രാത്രി എന്ന് മാത്രമല്ല, ഇന്ന് രാത്രി മുതൽക്ക് ജീവിതാന്ത്യം വരെയും നിങ്ങൾക്കും വാസ്തവത്തിൽ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സന്തോഷകരമായ ഒരു ജീവിതം ചെയ്യാം. The prayer of King David was, create in me a clean heart, O Lord, and renew a right spirit within me. ദാവീദ് രാജാവിന്റെ പ്രാർത്ഥന എന്തായിരുന്നുവെന്നാൽ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കേണമേ. Malayalam is wrong. Renew a right spirit within me. എന്നിൽ ശരിയായ ഒരു ആത്മാവിനെ പുതുക്കണമേ. When our heart is clean, we get a right spirit, right attitude. നമ്മുടെ ഹൃദയം നിർമ്മലം ശുദ്ധമായി കഴിയുമ്പോൾ നമുക്ക് ഒരു ശരിയായ ആത്മാവ്, ഒരു ശരിയായ നിലപാട് ഉണ്ടാകും. The reason you get angry is because your life is not right with God. അടിക്കടി നിങ്ങൾ കോപിക്കുന്നതിന്റെ കാരണമെന്നാൽ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ശരിയായതല്ല. The reason you get irritated is because you are not right with God. എപ്പോഴും നിങ്ങളിൽ വെറുപ്പുളമാകുന്നതിന്റെ കാരണം നിങ്ങളുടെ നിലപാട് ദൈവവുമായി ശരിയായിട്ടുള്ളതല്ല. The reason you get fear of death, fear of the future, fear of sickness, fear of death and hell, you are not right with God. You may be a Pentecostal person. നിങ്ങൾക്ക് രോഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, പിശാചിനെ കുറിച്ച്, പാതാളത്തെയും മരണത്തെയും കുറിച്ച്
ഭയമുളവാകുന്നതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾ ഒരു പെന്തക്കോസ്ത് ദൈവവേദനായിരിക്കാം, എങ്കിലും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹൃദയം ദൈവവുമായി ശരിയായിട്ടുള്ളതല്ല. When there are secret sins, unconfessed sins in your life, they are reflected through unnecessary negative fear. നിങ്ങളിൽ രഹസ്യഭാവങ്ങൾ, ഏറ്റുപറയാത്തതായ ഭാവങ്ങൾ നിങ്ങൾ മൂടിവെച്ചുകൊണ്ടിരിക്കുന്നവ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിമിത്തം നിങ്ങൾ പലപ്പോഴും അനാവശ്യമായ പിന്നോക്ക ഭയങ്ങളിൽ അകപ്പെടുവാനിടയാകും. You may be a married man, but you may not have told your wife some of the sins you committed. നിങ്ങൾ ഒരു വിവാഹിതനായ വ്യക്തിയായിരിക്കാം, എന്നാൽ നിങ്ങൾ ചെയ്ത ചില രഹസ്യഭാവങ്ങൾ നിമിത്തം നിങ്ങളുടെ ഭാര്യയോടൊത്ത് ശരിയായി പോകുവാൻ കഴിയുന്നില്ല. You may not have confessed to her. You are not revealed that sins to her. നിങ്ങൾ ചെയ്ത പാപങ്ങളെ ആ വ്യക്തിയോട്, നിന്റെ ഭാര്യയോട് ഏറ്റുപറയത്തക്കതോ അവളുടെ മുമ്പാകെ വെളിപ്പെടുത്തത്തക്കതോ അല്ലായിരിക്കാം. Maybe before your marriage. ഒരുപക്ഷെ നിന്റെ വിവാഹത്തിന് മുമ്പായിരിക്കാം. If you have not done that, you may be legally married, but your spirit will never be married. ഒരുപക്ഷെ നീ അങ്ങനെ ചെയ്താൽ നിയമപരമായി നീ വിവാഹിതനായിരിക്കാം, പക്ഷേ നിന്റെ ആത്മാവ് ഇന്നും വിവാഹിതനായിട്ടില്ല. If your spirits have to be married, that there should not be any unconfessed hidden sin in your life or in your wife's life. നിന്റെ ആത്മാവ് യഥാർത്ഥത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ നിന്റെയോ നിന്റെ ഭാര്യയുടെയോ ജീവിതത്തിൽ മറച്ചു വച്ചിരിക്കുന്നതായി രഹസ്യഭാവങ്ങളായി ഏറ്റുപറയാത്ത ഭാവങ്ങളായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കിയേ തീരും. Bible says when you are united in your heart, you husband and wife, you pray, but the Bible says your prayers will not be answered. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ഹൃദയത്തിൽ യോജിപ്പുള്ളവരായി പ്രാർത്ഥിച്ചേക്കാം, എങ്കിലും No. You may be praying together, but your heart may not be united. നിങ്ങൾ തമ്മിൽ ചേർന്ന് പ്രാർത്ഥിച്ചേക്കാം, എന്നാൽ നിങ്ങൾ ഹൃദയങ്ങളുമായി ഐക്യമില്ലാത്തവരുമായിരിക്കാം. തിരുവെഴുത്ത് പറയുന്നു, അങ്ങനെയുള്ള പ്രാർത്ഥന ഒരിക്കലും ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയില്ല. God will not answer the prayers. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരികയില്ല. Is it in your Bible, dear ones? പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു വാക്യം നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഉണ്ടോ? Let us turn, everyone please turn to 1 Peter chapter 3 verse 7 and 8. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ എല്ലാവരും വേദപുസ്തകം എടുത്ത് നോക്കുക. Likewise, ye husbands, dwell with them according to knowledge, giving honor unto the wife as unto the weaker vessel, and as being heirs together of the grace of life, that your prayers be not hindered. Finally, be all of one mind. That's enough. Read Malayalam. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രവർത്തനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവാസികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. അടുത്ത വാക്യം. തീർച്ചയ്ക്കെല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. Finally, brethren, you be of one mind, so that be united with your wife, so that your prayers be not hindered. ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ തീർച്ചയ്ക്ക് ഐകമത്യവും സഹോദരപ്രീതിയുമുള്ളവരായിരിക്കാം. So many couples, they don't know why our prayers are not answered. അനേക ദമ്പതികൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നില്ലെന്ന് അറിഞ്ഞുകൂടാ. One reason the word of God is because their hearts are not united. അതിന്റെ ഒരു പ്രധാന കാരണമായി തിരുവെഴുത്ത് പറയുന്നത് അവരുടെ ഹൃദയം തമ്മിൽ ഐക്യമല്ല. How can your hearts be united? എങ്ങനെ നിങ്ങളുടെ ഹൃദയം ഐക്യമായി തീരും? Not only you should ask forgiveness from the Lord, because you are one flesh, husband and wife. You both should share all your weakness and past failures one to another and forgive one another and pray and see the glory of God will descend there. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ ക്ഷമായാചനം നടത്തിയിരിക്കാം. പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ ഒരു ശരീരമായിരിക്കൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് പരസ്പരം ഏറ്റുപറയുകയും അത് പരസ്പരം തമ്മിൽ മനഃപൂർവ്വം ക്ഷമിക്കുകയും ചെയ്ത എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. When you from the depths of your heart you forgive one another and pray, there God will manifest himself with his glory. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള യഥാർത്ഥമായ ഐക്യതയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ
നിശ്ചയമായും ദൈവം നിങ്ങളുടെ മധ്യേ വെളിപ്പെടുകയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയും ചെയ്യും. The greatest torment, the greatest suffering in the world is for the man who keep unconfessed sins in his life. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പലവിധ ദണ്ഡനങ്ങൾ ഈ ലോകത്തിൽ അനുഭവിക്കാം. എന്നാൽ അവൻ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ദണ്ഡനമെന്നത് അവൻ ഏറ്റുപറയാത്ത പാപങ്ങൾ നിമിത്തമാണ്. When you hide your sin without confessing and repenting, remember your torment will be not only in your soul but in spirit and your body also. നിങ്ങളുടെ പാപങ്ങളെ മൂടിവെച്ച് അതിനെ ശരിയായി ഏറ്റുപറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രാണനിൽ മാത്രമല്ല അത് നിങ്ങളുടെ ആത്മാവിലെയും ശരീരത്തെയും കൂടെ ദണ്ഡിപ്പിക്കും. He that covereth his sins shall not prosper, but he that confesseth and forsaketh shall have mercy. തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. Then that mercy that God gives, beloved ones, bring unbroken peace and joy in life. പ്രിയമുള്ളവരെ, അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ കരുണയാൽ തകർക്കുവാനാവാത്ത ജീവിത സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കാം. Create in me a clean heart, O Lord. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. Remember, it is not repairing the heart. ശ്രദ്ധിക്കണം, എന്റെ ഹൃദയത്തിന് കേടുപോക്കി എടുക്കണമേ എന്നല്ല. Create in me a clean heart, O Lord. എന്നിൽ ഒരു നിർമ്മല ഹൃദയം സൃഷ്ടിക്കണമേ കർത്താവേ. Then says, renew a right spirit within me. അടുത്തതായി പറയുന്നത് ഒരു ശരിയായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. Why do you get angry with your wife often? എന്തുകൊണ്ട് അടിക്കടി നിങ്ങളുടെ ഭാര്യയോട് കോപിക്കുന്നു? Why you wives you provoke your husbands? എന്തുകൊണ്ട് സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നിങ്ങൾ ശാഠ്യം കാണിക്കുന്നു? Deep down in your heart you are not right with God. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിങ്ങൾ ദൈവവുമായി ശരിയായ നിലപാടിലല്ല. One main reason is that unforgiving spirit. അതിന്റെ ഒരു പ്രധാന കാരണമെന്നത് ക്ഷമിക്കാത്ത ആത്മാവ്. When you cannot forgive someone, നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ you demonstrate that your unforgiving spirit through your frustrations, irritations, anger and envy and various other ways. ആ വ്യക്തിയോടുള്ളതായ ആ ക്ഷമിക്കാത്ത നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ കോപത്തിലൂടെ, ഈർഷ്യയിലൂടെ, സ്പർദ്ധയിലൂടെ, വെറുപ്പുളവാകുന്നതിലൂടെ ആ വ്യക്തിയോട് ക്ഷമിക്കാത്ത ഈ ആത്മാവ് പല വിധത്തിലും വെളിപ്പെട്ടു വരും. And the Bible says that this spirit, unforgiving spirit, is like a poison, will be slowly killing you. വേദപുസ്തകം പറയുന്നു, ഈ ക്ഷമിക്കാത്ത ആത്മാവ് ഒരു വിഷമാണ്, അത് കുറേശ്ശെയായി മനുഷ്യനെ കൊല്ലുന്നു. And Hebrews 12 chapter it says that the bitterness troubles you. Chapter 12 verse 15. എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യം. Looking diligently lest any man fail of the grace of God, lest any root of bitterness springing up trouble you, and thereby many be defiled. ആരും ദൈവകൃപയോട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. Remember, a root of bitterness springing up trouble you. ശ്രദ്ധിക്കുക, കലക്കത്തിന്റെ വേര് അത് വന്ന് നിങ്ങളിൽ, കയ്പിന്റെ വേര് അത് വന്ന് നിങ്ങളിൽ കലക്കമുളവാക്കുന്നു. When you cannot forgive someone, your life is miserable. നിങ്ങൾക്കൊരു വ്യക്തിയോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അരിഷ്ടമായി മാറും. You know, Mahatma Gandhi, his life was really changed by reading the Sermon on the Mountain. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വായിച്ചാണ് മഹാത്മാഗാന്ധിക്ക് വാസ്തവത്തിൽ തന്റെ ജീവിതത്തിലൊരു, തന്റെ മനസ്സിനൊരു മാറ്റമുണ്ടായത്. He did not become a Christian, but the Christian ethical principles, the word of God, really he understood. It brings victory. താൻ ഒരു ക്രൈസ്തവനായി മാറിയില്ല, എങ്കിലും ക്രൈസ്തവ സന്ദേശം
യേശുവിന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ അത് തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർത്ത തന്നിമിത്തമായി ഒരു വിജയം കൈവരിക്കുവാനിടയായി. For example, he read, love your enemies, do good to them that hate you. ഉദാഹരണത്തിന് നിന്റെ ശത്രുക്കളെ സ്നേഹിക്ക, ഉപദ്രവിക്കുന്നവർക്ക് നന്മ ചെയ്യുക എന്നൊരു വേദഭാഗം ഞാൻ വായിച്ചു. One day he was picketing against the government. ഒരിക്കൽ ഗവൺമെന്റിന് വിരോധമായി സത്യാഗ്രഹം ചെയ്യുന്ന സമയത്ത് one Englishman got angry with his boots. He just raised his boots and kicked right on the mouth of Gandhiji. ഒരു ഇംഗ്ലീഷുകാരൻ വന്ന കോപാകുലനായിട്ട് ബൂട്ടിട്ട കാലുകൊണ്ട് മഹാത്മജിയുടെ വായ്ക്ക് തന്നെ ചവിട്ടി. And his teeth fell out. He started profusely bleeding from the mouth. തന്റെ പല്ലുകൾ അടർന്നു വീണുവെന്ന് മാത്രമല്ല കഠിനമായ രക്തസ്രവവും ഉണ്ടായി. What was the reaction of Mahatma Gandhi? മഹാത്മാഗാന്ധിയുടെ പ്രതികരണം എന്തായിരുന്നെന്നറിയാമോ? He looked up to that English gentleman and told, sir, did it hurt your foot? താൻ ആ ഇംഗ്ലീഷുകാരനോട് ചോദിക്കുകയാണ്, സാർ നിങ്ങളുടെ ബൂട്ടിന് വല്ല പരിക്കുമുണ്ടായോ, മുറിവുണ്ടായോ? He was concerned about the safety of his foot. തന്റെ ആ ചവിട്ടിയാളിന്റെ പാദത്തിന്റെ സംരക്ഷണയെ കുറിച്ചാണ് മഹാത്മജി അപ്പോൾ ചിന്തിച്ചത്. The Englishman was ashamed and he had to turn away. ഇംഗ്ലീഷുകാരൻ ലജ്ജിച്ച് തല താഴ്ത്തി പിന്തിരിഞ്ഞു പോയി. Dear children of God, if we have to enjoy life, the word of God, to be right with God, that is a principle, that is the essence, that is the secret of enjoying life. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തിൽ വാസ്തവമായി സന്തോഷകരമായി തീരണമെങ്കിൽ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, അവന്റെ ഹൃദയം, അവന്റെ ആത്മാവ് ദൈവവുമായി ഒരു ശരിയായ നിലയിലായി തീരണം. അതത്ര ജീവിതത്തിന്റെ അന്തസത്തയായിട്ടുള്ളത്. Sad to say, the modern Pentecostal people, many have gone away from the standard of God. ദുഃഖകരമായൊരു സത്യമായി പറയട്ടെ, ആധുനിക പെന്തക്കോസ്ത് ദൈവമക്കൾ പലരും ഈ നിലവിട്ട ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. Therefore they don't have perfect peace of mind. ആയതുകൊണ്ട് അവർക്ക് പൂർണ്ണ മനസ്സമാധാനമില്ല. They have worry and fear and concern and all sorts of frustrations in mind. എപ്പോഴും പലവിധമായ വ്യാകുലങ്ങൾ, ഭാരങ്ങൾ, ചിന്താക്കുഴപ്പങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ ഒക്കെയും അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. If you listen, if you seek happiness, you will never find in this world. But if you seek holiness, you will find happiness also. ശ്രദ്ധിക്കുക, ഈ ലോകത്തിൽ നിങ്ങൾ സന്തോഷം കാക്ഷിച്ച് അന്വേഷിച്ചാൽ അതൊരിടത്തും കണ്ടെത്തുവാനാവില്ല. എന്നാൽ ഈ ലോകത്തിൽ നിങ്ങൾ വിശുദ്ധിയെ അന്വേഷിച്ച് പിന്തുടർന്നാൽ അതോടുകൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും ലഭ്യമാണ്. Let me once again tell you, the more you seek happiness in this world, the more you will be unhappy. But the more you seek holiness, the more you will be happy. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നിങ്ങൾ ഈ ലോകത്തിൽ എത്രയധികം സന്തോഷത്തെ അന്വേഷിച്ച് പിന്തുടരുമോ അത്രത്തോളം സന്താപത്തിൽ ഏർപ്പെടുവാനിടവരും. എന്നാൽ ഈ ലോകത്തിൽ എത്രത്തോളം നിങ്ങൾ വിശുദ്ധിയെ ആഗ്രഹിച്ച് പിന്തുടരുമോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം സന്തോഷപൂരിതമായി തീരും. Earlier days in the Pentecostal church, if a believer will walk near the cinema theater, do you know, such person will not be given Holy Communion, thinking he might have looked at the poster of the cinema and defiled. So no communion for that time. പെന്തക്കോസ്തിന്റെ ആരംഭകാലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? വിശ്വാസിയായ ഒരു വ്യക്തി ഒരു സിനിമാ തിയേറ്ററിന്റെ സമീപേ കൂടെ നടന്നു പോയാൽ അവൻ ഒരു പക്ഷേ അവിടെ മുൻപിൽ പതിച്ചിരിക്കുന്ന ചുവർ ചിത്രങ്ങൾ നോക്കി അതിനാൽ മലിനപ്പെട്ടിരിക്കുമെന്ന് കരുതിയിട്ട് അവന് സഭയിൽ തിരുവത്താഴം കൊടുക്കുകയില്ലായിരുന്നു. Today, do you know what is the state? എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്തെന്ന് നിങ്ങൾക്കറിയാമോ? In the television, some may watch late night movies and then come and take communion. ചിലരാകട്ടെ
വീട്ടിൽ വെച്ചിരിക്കുന്ന ദൂരദർശനിയിലൂടെ രാക്കാലങ്ങളിലെ അശ്ലീല സിനിമകൾ പോലും കാണുന്നു. ഞായറാഴ്ച രാവിലെ വന്ന് പന്തിയിലിരുന്ന് തിരുവത്താഴവും എടുക്കുന്നു. Then where can you find peace? How can you enjoy life? അങ്ങനെയെങ്കിൽ എവിടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താനാവും? എങ്ങനെ ജീവിതത്തെ സന്തോഷപൂരിതമാക്കാനാവും? Listen, dear child of God. It is holiness that brings happiness. പ്രിയ ദൈവമക്കളെ ശ്രദ്ധിക്കുക, വിശുദ്ധി അത്രേ സന്തോഷം പ്രദാനം ചെയ്യുന്നത്. If you have to enjoy life, you have to be right with God. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഹൃദയം ദൈവവുമായി ശരിയാകണം.